നമസ്കാരം. അങ്ങനെ ഫൈനലി താറിൻ്റെ 5 ഡോർ ലോഞ്ച് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് 15-നാണ് ഈ വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ വാഹനത്തെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വാഹനത്തെ ഒന്ന് അടുത്തറിയുകയാണ്. അതായത് ഈ വാഹനത്തിൽ എന്താണ് പ്രത്യേകത എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ചാനലിൽ ആദ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താറിൻ്റെ 3 ഡോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും താർ റോക്സ് എന്ന് പറയുന്ന ഈ ഒരു വാഹനം, റോക്സ് എന്ന പേരിലേക്ക് എങ്ങനെ എത്തിയെന്ന് നമുക്കിതിനകത്ത് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ആദ്യമേ തന്നെ പറയട്ടെ, ഈ ഒരു വാഹനം ഭയങ്കര മസ്കുലൈനായിട്ടുള്ളൊരു വാഹനമാണ്, ഒരു ഭീമാകാരനായിട്ടുള്ളൊരു വാഹനമാണ്. ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള DRLs നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല ടെയിൽ ലൈറ്റിലും ആ സി എന്ന് പറയുന്ന ലെറ്ററിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്കവിടെ കാണാൻ കഴിയും. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും ക്ലിയർ ആയിട്ട് 360 ഡിഗ്രിയുടെ ക്യാമറ അവിടെയുണ്ട്. അതുമാത്രമല്ല ആ പാർക്കിംഗ് സെൻസർ, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കൺഫേം ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 രീതിയിലുള്ള അലോയ് വീൽസാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഇത് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വരുന്നൊരു വാഹനമായതുകൊണ്ട് തന്നെ 10 സ്പോക്ക് അലോയ് വീൽസാണ് വരുന്നത്. 5 സ്പോക്കിൻ്റെ ഒരു അലോയ് വീൽസും കൂടി ഉണ്ട്. അത് ലോവർ വേരിയൻറ്റിലായിരിക്കും വരുന്നത്. 360 ഡിഗ്രി ക്യാമറ കൂടാതെ തന്നെ അഡാസിൻ്റെ ലെവൽ 2 പ്രൊവിഷൻസും കൂടി ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് ടോപ്പ് എൻഡിലൊക്കെ വരുന്നതെങ്കിലും ലോവർ വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അത് 17 ഇഞ്ചിൻ്റെ ആയിരിക്കും. ഈ സ്റ്റീൽ വീൽ എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഒരു മഹീന്ദ്ര താറിൻ്റെ ഈ ഒരു വേർഷനിൽ കാണാൻ സാധ്യത കുറവാണ്. എന്നാൽ ഏറ്റവും ലോവർ വേരിയൻറ്റിൽ സ്റ്റീൽ വീൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ക്യാമോഫ്ലാജ് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത വാഹനങ്ങളിൽ സ്റ്റീൽ വീൽ ഇട്ടിട്ട് ഓടുന്നുണ്ടായിരുന്നു. 19 ഇഞ്ചിൻ്റെ വീലൊക്കെ ഇട്ട് വാഹനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രാക്ടിക്കലി വരാൻ പോകുന്നത് 18 ഇഞ്ച് തന്നെ ആയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് താറ് എന്ന് പറഞ്ഞ ആ ഒരു ബാഡ്ജിങ് ഉണ്ടല്ലോ, ഇവിടെ ആ ബാഡ്ജിങ് നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താർ റോക്സ് എന്നാണ്. ഈ റോക്സ് എന്ന് പറയുന്ന പേര് സാധാരണഗതിയിൽ ആദ്യം മഹീന്ദ്ര കൺസിഡർ ചെയ്യാത്തൊരു പേരാണ്. പിന്നെ അർമദ എന്നുള്ള പേരിലായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞാലും റോക്സിൽ വന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് US ഒരു ബഗ്ഗി കാർ എന്നുള്ള രീതിക്കും അല്ലെങ്കിൽ ഓഫ് റോഡ് പർപ്പസിനും അതുപോലെ എസ്റ്റേറ്റ് പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന റോക്സർ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് മഹീന്ദ്രയ്ക്കുണ്ട്. മഹീന്ദ്രയും ജീപ്പും തമ്മിലുള്ള ഒരു നിയമപ്രശ്നം നമുക്കറിയാമല്ലോ. കാരണം അവരുടെ ഡിസൈൻ്റെ കോപ്പി ചെയ്യുന്നു എന്നുള്ള രീതിക്കുള്ള നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കാര്യങ്ങളെല്ലാം ഒരു എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ അത് സോൾവ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ പറയാത്തത്. കാരണം ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ജീപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു 6 ബ്ലോക്കുള്ള ആ ഗ്രിൽ പാറ്റേൺ മഹീന്ദ്രയ്ക്ക് അനുകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ആ ഗ്രില്ലിൻ്റെ സെൻറ്ററിൽ ഒരു സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലെ ക്വാർട്ടർ ഗ്ലാസ് എന്ന് പറയുന്നത് ട്രയാങ്കുലാർ ഷേപ്പ്ഡാണ്. കുറച്ചും കൂടെ ഈ ഒരു വീലാർച്ചും കാര്യങ്ങളും പ്ലാസ്റ്റിക്കിൻ്റെ ഇൻസേർട്ടുകളും ഫ്രണ്ടിലെ ബമ്പറൊക്കെ കുറച്ചും കൂടെ ബൾജിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻറ്റീരിയറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3XO കണ്ടിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അത് മാത്രമല്ല സ്കോർപിയോ എന്നിലുള്ള സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെയാണ്. ബാക്കിലേക്ക് AC വെൻറ്റുകളുണ്ട്, സൺറൂഫ് ഉണ്ട്. അത് സിംഗിൾ പെയിൻ സൺറൂഫ് ഉണ്ടായിരിക്കും, പനോരമിക് സൺറൂഫും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അഡാസിൻ്റെ ലെവൽ 2 വരുമോ എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അത് ഉണ്ട് എന്നുള്ളതാണ്. എഞ്ചിനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1.5 ഡീസൽ എഞ്ചിൻ, 2.2 M-HOK എഞ്ചിൻ. അത് ഡീസലാണെന്ന് നമുക്കറിയാം. അത് മാത്രമല്ല ഒബ്വിയസ്ലി പെട്രോൾ എഞ്ചിൻ ഉണ്ട്. അത് 2 ലിറ്ററിൻ്റെ M സ്റ്റാലിൻ എന്ന് പറയുന്ന പെട്രോൾ എഞ്ചിനായിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 14,75,000 രൂപയ്ക്കൊക്കെ ആയിരിക്കും ഇനീഷ്യലായിട്ടുള്ള ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളത് കൺഫേം ചെയ്യുന്നില്ല. കാരണം ഇത്തരം കാര്യങ്ങളൊന്നും പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലെക്കുറിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും പ്രൈസ് കൂടാനുള്ള കാരണം നമ്മുടെ നാട്ടിലെ ടാക്സ് സിസ്റ്റമാണ്. 4 മീറ്ററിന് മുകളിലേക്ക് ആ വണ്ടിയുടെ ലെങ്ത്ത് പോയപ്പോഴത്തേക്കും മറ്റൊരു ടാക്സ് സ്ലാബിലേക്ക് പോയി. അതുമാത്രമല്ല 1.5 എന്ന് പറയുന്ന ഡീസൽ എഞ്ചിൻ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1.5 ആണെന്നുണ്ടെങ്കിലും 1498 cc ആ രീതിക്കായിരിക്കും. അപ്പോൾ 1500 cc താഴെ എന്നുള്ളതിൻ്റെ ഒരു ബെനിഫിറ്റ് അവിടെ കിട്ടും. എന്നാൽ പോലും കൂടുതലൊരു ടാക്സിൻ്റെ എക്സെപ്ഷൻസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മഹീന്ദ്ര യാതൊരുവിധ കോംപ്രമൈസും ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു വില എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഒരു 14,70,000 രൂപയുടെ അടുത്തായിരിക്കും ഇനീഷ്യലായിട്ടുള്ള ആ ഒരു ലോവർ വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ല കോണ്ടന്റുകളാണെങ്കിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് നമ്മുടെ ചാനലിൻ്റെ സ്ട്രെങ്ത്. നന്ദി, നമസ്കാരം.